തങ്കം കേസ്. സുപ്രസിദ്ധ ക്രിമിനൽ അഭിഭാഷകൻ ജഗദീഷ് ടി നമ്പ്യാർ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. ഔട്ട്. യു ആർ ഔട്ട് ഫ്രോം ദിസ് കേസ് ഫോർ എവർ. ഇനി താൻ മൈക്ക് വെച്ച് ഡിക്ലെയർ ചെയ്തു. കേൾക്കാൻ ആരും കാണില്ല, താൻ മാത്രമേ ഉണ്ടാവൂ. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ആവശ്യം വന്നാൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സേവനം തേടാം. ആ റിക്വസ്റ്റ് കോർട്ട് അംഗീകരിച്ചേ പറ്റൂ. അതിന് നിയമസാധുതയുണ്ട്. മറ്റാരായിരുന്നെങ്കിലും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാൻ 10-15 ദിവസം വേണ്ടി വന്നില്ല. എനിക്ക് 24 മണിക്കൂർ പോലും വേണ്ടി വന്നില്ല. ഇപ്പോൾ മനസ്സിലായി കാണും സുഗുണപാലന്റെ റേഞ്ച് എന്താണെന്ന്. ഇതുവരെ എനിക്ക് ഈ കേസ് ജസ്റ്റ് എ കേസ് മാത്രമായിരുന്നു. പക്ഷേ ഇനി ഇതിന്റെ പ്രസ്റ്റേജ് ആണ്. എനിക്കിത് ജയിച്ചേ പറ്റൂ. മൈ ഫുട്ട്. ഹൗ ഡെയർ യു സേ ദാറ്റ്? മേൽത്തട്ടിലുള്ള യജമാന്മാരുടെ കാല് കഴുകിയ വെള്ളം തീർത്ഥം പോലെ 365 ദിവസം സേവിക്കുന്നവർക്ക് ഇതിലപ്പുറവും സാധിക്കും. ആ റേഞ്ചും ഇൻഫ്ലുവൻസും കോടതിയുടെ മതിൽ പുറത്തേ നിൽക്കൂ. അത് നമുക്ക് കാണാം. ഞാനും ഈ ചെരുപ്പ് തുടങ്ങിട്ടെ കുറെ കാലമായി വക്കീലേ. എങ്കിൽ അതെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണം സാർ. ഹലോ, ജഗദീഷ് ടി നമ്പ്യാർ ഹിയർ. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ പണിക്ക് ഗ്ലാമർ ഒന്നും കണ്ടിട്ടല്ല, വല്ലാത്ത പ്രഷർ വന്നു. വളരെ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചാൽ സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? ശരി, ക്ലബിൽ കാണാം. അപ്പോ എവിടെയാ നിർത്തിയത്? ഒന്നാം സാക്ഷി സീതക്കുട്ടിയുടെ അമ്മ. യെസ്, സീതക്കുട്ടിയുടെ അമ്മ. അവരെ ഒഴിവാക്കണം. കാരണം അവര് പ്രൊഫഷണൽ അല്ല. ശരിക്കും ക്രോസ് ചെയ്താൽ പൊട്ടിപ്പോകും. അത് കേസിന് ക്ഷീണാവും. ബാക്കി സാക്ഷികളൊക്കെ ഓക്കെ, തന്റെ സെലക്ഷൻ കൊള്ളാം. പക്ഷെ ഇതൊന്നും പോരാ. ഒരു പ്രധാനപ്പെട്ട സാക്ഷിയും കൂടെ വേണം. ഒരു ഐ വിറ്റ്നസ്, ഒരു പെക്യൂലിയർ നേച്ചറുള്ള ഒരാൾ. അല്ല, ഈ പെക്യൂലർ നേച്ചർ എന്ന് വെച്ചാൽ? പെക്യൂലിയർ നേച്ചർ എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു സാക്ഷി ഒരു സംഭവം കണ്ടു എന്ന് കോടതിയിൽ പറയുന്നു. ചുമ്മാ കണ്ടു കേട്ടു എന്ന് പറഞ്ഞാ പോരാ. അയാൾ സംഭവ സ്ഥലത്ത് ചെന്നതിനും സംഭവം കണ്ടതിനും യുക്തി വേണം. അല്ലെങ്കിൽ കോടതി അയാളെ ലോണർ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. നമുക്ക് ഒറിജിനൽ ഐ വിറ്റ്നസ് ഇല്ല. അല്ല, ഒരു വിറ്റ്നസ് ഒറിജിനൽ ഇല്ല. അത് വേറെ കാര്യം. അപ്പോ ഒരു ഐ വിറ്റ്നസിനെ ക്രിയേറ്റ് ചെയ്യണം, കോടതിക്ക് ബോധ്യമാവുന്ന ഒരാളെ. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഇപ്പോഴത്തെ ടെൻഷൻ അതല്ല. താൻ എന്തിനാ ആവശ്യമില്ലാതെ ആ കുരുവിളെ പ്രൊവോക്ക് ചെയ്തത്? താൻ അടങ്ങിയിരുന്നെങ്കിൽ അയാൾ ഒരുപക്ഷെ ചുമ്മായിരുന്നേനെ. താൻ അയാളെ ചലഞ്ച് ചെയ്തപ്പോ പ്രശ്നം വഷളായില്ലേ? അയാൾ പ്രോസിക്യൂട്ടർ പണി രാജിവെച്ച് പ്രതിഭാഗം വക്കീലായാൽ എന്ത് ചെയ്യും? പ്രശ്നം തന്നെയാ. തമ്പുരാൻ മറുപടി ഒന്നും പറയാത്തത്? വക്കാലത്ത് വരെ കൊടുത്തു പോയോ? അതോ എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അല്ല സാർ, സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകൾ കിട്ടാഞ്ഞിട്ടാ. ഈശ്വരൻ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനൊരു ശക്തി ഉണ്ടെന്ന് ബോധ്യായി. പണ്ട് ശ്രീകൃഷ്ണ തേടി കുചേലൻ ചെന്നു, ഇന്ന് ഈ കുചേലിനെ തേടി. എന്താ തമ്പുരാനെ? ഒന്നുമില്ല, എല്ലാ വഴികളും അടഞ്ഞു. മറ്റൊരു മാർഗവും മനസ്സ് തോന്നിയതുമില്ല. എന്റെ ഉണ്ണിക്ക് സർക്കാർ അനുവദിക്കുന്ന സൗജന്യ വക്കീലേ ഉള്ളൂ എന്ന് തീരുമാനിച്ചുറപ്പിച്ചപ്പോഴാ സാറ്. എന്നെക്കാൾ ഒരുപാട് സീനിയറായ ഒരാൾ എന്നെ സാറേന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്നെ കണ്ട സീനിയർ ആണെന്ന് തോന്നുന്നു. വലിയൊരു മനുഷ്യന്റെ ജൂനിയർ ആയിരുന്നു ഞാൻ. ഈ പ്രൊഫഷന് വേണ്ട മിനിമം ഡിസിപ്ലിനൊക്കെ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാനും ചോദിച്ചോട്ടെ, അധിക പ്രസംഗം തോന്നി ക്ഷമിക്കണം. എന്താ ഈ മാറ്റത്തിന് കാരണം? പ്രധാന കാരണം എന്റെ സീനിയർ എനിക്ക് തന്ന ഉപദേശം തന്നെയാണ്. ഒരു ലോയർക്ക് തന്റെ സാമർഥ്യം കൊണ്ട് ഒരു കുറ്റവാളി രക്ഷപ്പെടുത്താൻ കഴിയും, ശിക്ഷിക്കാനും കഴിയും. പക്ഷേ ഒരു നിരപരാധിയെ രക്ഷിക്കുമ്പോൾ മാത്രമാണ് അയാളുടെ ദൗത്യം പൂർണ്ണമാകുന്നത്. ഏത് പ്രൊഫഷനില്ലേ അതിന്റെ ചില എത്തിക്സ് ഒക്കെ. വരട്ടെ. പബ്ലിക് പ്രോസിക്യൂട്ടർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രതിഭാഗം വക്കീലായി അല്ലേ? പോലീസ് നിങ്ങളും ചേർന്നുള്ള ഈ ഒത്തുമാറ്റം ഞങ്ങൾക്ക് മനസ്സിലായില്ലെന്നാ. പക്ഷെ ഇതുകൊണ്ടൊന്നും തമ്പുരാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. രക്ഷപ്പെടാതിരിക്കുന്ന നല്ലത്. ജയിച്ചാലും തോറ്റാലും അയാൾ ശിക്ഷ അനുഭവിക്കും. തോറ്റ് ശിക്ഷ അനുഭവിക്കുന്ന നല്ലത്. ജീവനോടെങ്കിലും ഇരിക്കാം. ഈ കേസ് നിങ്ങൾ ജയിച്ചാൽ വിധി പറയുന്ന ദിവസം ഈ കോടതി വരാന്തിയിൽ വെച്ച് അവനെ കുത്തിപ്പണ്ട ഞങ്ങൾ പുറത്തെടുക്കും. ഈ പണ്ടവും കുടലൊക്കെ എടുക്കാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ? നമുക്ക് കാണാം. നിങ്ങൾ കണ്ടോ? സാറിനെ വിട്ടേരെ. പൗരസമിതി സിന്ദാബാദ്.
ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ഇൻ ഓർഡർ. മിസ്റ്റർ നമ്പ്യ, വിറ്റ്നസ് എക്സാമിനേഷൻ തുടങ്ങാം. Any more witnesses for the prosecution, Mr. Nambia? Yes, Your Honor. I have one more witness, and it's an eyewitness. Yes. കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ, കുഞ്ഞിരാമൻ. I object, Your Honor. പ്രോസിക്യൂഷൻ ആദ്യമേ ഹാജരാക്കിയ സാക്ഷിപ്പട്ടികയിൽ ഇങ്ങനെ ഒരു ഐ വിറ്റ്നസ് ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഹെൻസ് ഇറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ്. ഈ വിറ്റ്നസ് സാക്ഷിപ്പട്ടികയിൽ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരംഭഘട്ടത്തിൽ എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഉപദേശം തേടിയിരുന്നു. ഇതുപോലൊരു ഐ വിറ്റ്നസ് ഒരിക്കലും സ്റ്റാൻഡ് ചെയ്യില്ലെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിച്ചാണ് അവർ ഈ ഐ വിറ്റ്നസിനെ ഡ്രോപ്പ് ചെയ്തത്. എന്റെ നിർബന്ധം കൊണ്ടാണ് പിന്നീട് ആ സാക്ഷിയെ അഡീഷണൽ വിറ്റ്നസ് ആയി രണ്ടാമത് ഇൻക്ലൂഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആ പ്രോസിക്യൂട്ടർ അന്ന് അങ്ങനെ പറഞ്ഞതെന്ന് എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് പ്രതിഭാഗം വക്കീലാണ്. മിസ്റ്റർ നമ്പ്യാർ, യു ആർ എ ലയർ. ജുഡീഷ്യറിയുടെ എത്തിക്സിന് ചേരാത്ത വാക്കുകളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. ഏത് സാഹചര്യത്തിലാണ് ഞാൻ ഡിഫൻസ് കൗൺസിൽ ആയതെന്ന് നിങ്ങൾക്കൊന്ന് അന്വേഷിക്കാമായിരുന്നു. That's none of my business. Yes, it is definitely your business. അല്ലെന്ന് ഈ ബാറിൽ ഏതെങ്കിലും ഒരു അഭിഭാഷകൻ പറയട്ടെ. എന്റെ നിലപാട് അറിയിക്കാൻ നിങ്ങളുമായി പലതവണ ഞാൻ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നേരിൽ കാണാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ ഒഴിഞ്ഞു മാറി. കോടതിക്കകത്ത് ലോയേഴ്സ് വാഗ്വാദത്തിൽ ഏർപ്പെടാറുണ്ട്. കീരിയും പാമ്പും പോലെ പരസ്പരം ആക്രമിക്കാറുണ്ട്. പക്ഷേ കോടതിക്ക് പുറത്ത് ഈ വസ്ത്രമണിയുന്നവർ തമ്മിൽ ഒരു ധാരണയുണ്ട്. എ കോഡ് ഓഫ് കോണ്ടക്ട്. പത്രങ്ങളിൽ മുഴുത്ത അക്ഷരങ്ങൾ പേരടിച്ചു വരാൻ ഒരു അഭിഭാഷകൻ ഒരിക്കലും തന്നെ സഹജീവികളെ തരം താഴ്ത്താറില്ല. But you are an exception, Mr. Nambiar. I pity you. Better you regret. നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പബ്ലിക് പ്രോസിക്യൂട്ടറിൽ നിന്ന് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്കുള്ള ചുവടുമാറ്റത്തിന് എന്തെല്ലാം യുക്തികൾ നിങ്ങൾ നിരത്തിയാലും അത് സ്വീകരിക്കാനുള്ള ബാധ്യത എനിക്കില്ല. ഒരു അഡ്വക്കേറ്റിനോട് തന്റെ സഹോദരന് വേണ്ടി യാചിക്കുന്ന പെണ്ണിന്റെ വികാരം മനസ്സിലാക്കാം. പക്ഷേ അക്കാഡമിക് ബ്രില്യൻസ് ഉള്ള ഒരു ലോയർ ഏത് വികാരത്തിന് അടിമപ്പെട്ടാണ് പ്രോസിക്യൂഷൻ ജോലി വരെ രാജിവെക്കാൻ തയ്യാറായതെന്ന് ചിന്തിക്കുമ്പോഴാണ്. No, please don't be so cruel, Mr. Prosecutor. നിർദോഷിയായ ഒരു പെൺകുട്ടി അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞു തീർക്കും. പക്ഷേ ഒരു ജന്മം മുഴുവൻ അതിന്റെ ദുരന്തം ആ പെൺകുട്ടി അനുഭവിച്ച് തീർക്കേണ്ടി വരും. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പറഞ്ഞില്ലേ, ഒരു തെറ്റുമില്ല. മിസ്റ്റർ കുരുവിള തന്നെ. Shut up. ഇത് കോടതിയാണ്. ചോദിച്ചാൽ മാത്രം ഉത്തരം, അല്ലാത്തപ്പോൾ വെറും കാഴ്ചക്കാരനായിട്ടിരുന്നാ മതി. അണ്ടർസ്റ്റാൻഡ്? മിസ്റ്റർ കുരുവിള. യെസ് യുവർ ഓണർ. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളുടെ തർക്കത്തിനും വെല്ലുവിളിക്കും ഈ കോടതി ഒരു വേദിയാകാൻ ആഗ്രഹിക്കുന്നില്ല. പാസ്റ്റ് ഇസ് പാസ്റ്റ്. മിസ്റ്റർ കുരുവിള, ഈ സാക്ഷിയുടെ കാര്യത്തിൽ എന്താ നിങ്ങൾക്ക് ആക്ഷേപം പറയാനുള്ളത്? ഒരു കാരണവശാലും ഈ സാക്ഷിയെ അനുവദിക്കരുത് യുവർ ഓണർ. മിസ്റ്റർ കുരുവിള, അങ്ങനെ ഒഴിവാക്കാൻ സാധ്യമല്ല. ഐ വിൽ റെക്കോർഡ് യുവർ ഒബ്ജക്ഷൻ വെരി സ്ട്രോങ്ലി. അതിന്മേലുള്ള കോർട്ടിന്റെ റൂളിംഗ് പിന്നീട് പറയുന്നതായിരിക്കും. മിസ്റ്റർ നമ്പ്യാർ, യു മേ പ്രൊസീഡ്. കൃത്യം നടന്ന ദിവസം, അതായത് 10/8/94 നിങ്ങൾ എന്താ കണ്ടത്? ആ ദിവസം രാത്രി ഉദ്ദേശം 7-8 മണിക്ക് കോവിലകത്ത് നിന്നും മരിച്ച സീതക്കുട്ടി ഇറങ്ങി ഓടുന്ന ഞാൻ കണ്ടു. തൊട്ടു പിറകെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഇയാൾ ഓടി വന്ന് അവളെ കടന്നു പിടിച്ചു. അവൾ നിലവിളിച്ച് ഓടാൻ ശ്രമിച്ചപ്പോൾ അവളുടെ വായി പൊത്തിപ്പിടിച്ച് വീട്ടിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു സാർ. അവളുടെ വസ്ത്രം മുഴുവൻ കീറി പറഞ്ഞിരുന്നു. 7-8 മണി എന്നൊക്കെ പറയുമ്പോ നല്ല ഇരുട്ടല്ലേ? പിന്നെ എങ്ങനെ വ്യക്തമായി അവിടെ നടന്നത് നിങ്ങൾ കണ്ടു? അന്ന് നല്ല നിലാവുണ്ടായിരുന്നു സാർ. കൂടാതെ കോവിലകത്തിന് മുൻവശത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു. That's all, Your Honor. സംഭവം നടക്കുന്നത് എവിടെ നിന്നാ നിങ്ങൾ കണ്ടത്? തെങ്ങിന്റെ മോളിന്നാ കണ്ടത്. തെങ്ങിന്റെ മുകളിൽ നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യായിരുന്നു? എനിക്ക് മോഷണ സാർ തൊഴില്. വലിയ മോഷണല്ലേ സാർ, തേങ്ങയും മാങ്ങയും അത്രേ ഉള്ളൂ. അങ്ങനെ അന്നൊരു കൃത്യം കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒച്ച വെച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല? അവളെ രക്ഷിക്കാൻ ശ്രമിച്ച എന്റെ തടി കേടാവും സാർ. തെങ്ങിന്റെ മണ്ടയിൽ കള്ളനെ കണ്ടാൽ ആളുകൾ വെറുതെ വിടുവോ?
പിന്നെന്തിന് പോലീസിൽ വിവരം പറഞ്ഞു? കള്ളനെ പോലീസ് വെറുതെ വിടുവോ? പോലീസിൽ ഞാൻ പറഞ്ഞതല്ല, എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ. മനസ്സിലായില്ല. മറ്റൊരു കേസിൽ എന്നെ പിടിച്ചു, ചാലക്കുടി പോലീസ്. അവരെന്നെ ശരിക്കും കൈകാര്യം ചെയ്തപ്പോ അപ്പം നടന്നതും മുമ്പ് നടത്തിയതും എല്ലാം തുറന്നു പറഞ്ഞു പോയി. പറഞ്ഞു പോവും, അമ്മാതിരി താങ്ങാ സാർ താങ്ങിയത്. ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തതും ഇയാളുടെ മൊഴിയും മറ്റ് ഡീറ്റെയിൽസും എക്സിബിറ്റ് P29 സമർപ്പിച്ചിട്ടുണ്ട് യുവർ ഓണർ. The court is adjourned. കുഞ്ഞിരാമൻ തകർത്ത് കളഞ്ഞല്ലോ. ക്രോസില് അവൻ കുലുങ്ങിയില്ല. ആ സാക്ഷിയെ വിശ്വസിക്കരുതെന്ന് വളരെ സ്ട്രോങ് ആയിട്ടാ കുരുവിള ജഡ്ജിയോട് പറഞ്ഞിരിക്കുന്നത്. അതിന് ഇനി ആ സാക്ഷിയെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും ജഡ്ജിയുടെ മനോധർമ്മം പോലിരിക്കും. മറ്റു തെളിവുകൾ കൂടി സപ്പോർട്ട് ചെയ്താൽ ഒരു പക്ഷേ. ഏതായാലും കേസ് ഇപ്പോ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. 3-4 ദിവസത്തിനകം റിസൾട്ട് അറിയാമല്ലോ. ഗുഡ് നൈറ്റ്. ഓക്കെ. എല്ലാ വക്കീലന്മാരും കണക്കാ. തുടക്കത്തില് വലിയ വീരവാദമൊക്കെ മുഴക്കും. അവസാനമായാലേ ഇതുപോലെ പറയുന്നത് കേട്ടില്ലേ? കയ്യാലപ്പുറത്തെ തേങ്ങയാണെന്ന്. കോൺഫിഡൻസ് ഇല്ലാത്ത വർഗങ്ങള്. എവിടെ പോയിരുന്നോ ഇത്രയും നേരം? വിധിയൊക്കെ കഴിഞ്ഞു. എന്താ വിധി? ജീവപര്യന്തമാ. തൂക്ക് കിട്ടാത്ത ഭാഗ്യം. ഐ വിറ്റ്നസിനെ കോടതിക്ക് ബോധ്യമായി. അത് തന്നെ കാരണം. താൻ വേഗം ചെന്ന SP-യുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഒക്കെ ഫോട്ടോ എടുക്ക്. എളുപ്പം ചെല്ലടൂ. ആ കളറിലും വേണം. ഞാനേ ഈ മാറ്റർ ഒന്ന് പ്രസ്സിൽ കൊടുക്കട്ടെ. ശരി. ഡോണ്ട് റിഗ്രറ്റ് മിസ്റ്റർ കുരുവിള. മർഡർ കേസുകൾ ഇനിയും വരും. യു വിൽ ഗെറ്റ് യുവർ ചാൻസ്. എന്തായി വക്കീലേ? കൺഗ്രാജുലേഷൻ. തോറ്റുപോയി തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. 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 അയ്യോ തോറ്റേ കുരുവിള തോറ്റേ. അയ്യോ തോറ്റേ കുരുവിള തോറ്റേ. തോറ്റുപോയി തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. തോറ്റുപോയി തോറ്റുപോയി അനിയൻ കുരുവിള തോറ്റുപോയി. അയ്യോ തോറ്റേ അനിയൻ തോറ്റേ. അയ്യോ തോറ്റേ കുരുവിള തോറ്റേ.